ശരിക്കും പറഞ്ഞ ഈ പറയുന്ന വൃത്തി എന്നൊക്കെ പറയുന്നത് നമ്മൾ ഒരു കൈ കഴുകുന്നു അല്ലെന്നുണ്ടെങ്കിൽ ഹാൻഡ് വാഷ് ചെയ്യുന്നു അല്ലെന്നുണ്ടെങ്കിൽ നമ്മുടെ റൂം ഭയങ്കര നീറ്റായിട്ട് ഡെറ്റോൾ ഇട്ടൊക്കെ ക്ലീൻ ചെയ്യുന്നു. ഇതൊന്നും അല്ല വൃത്തി എന്ന് പറയുന്നത്. ഇതൊക്കെ വൃത്തി തന്നെയാണ്. ഇതൊക്കെ കെമിക്കൽ രീതിയിലുള്ള വൃത്തിയാണ്. ഇതൊരിക്കലും നമ്മുടെ ബോഡിയെ ഹെൽപ്പ് ചെയ്യത്തൊന്നുമില്ല. നമ്മുടെ ശരീരത്തിന് പ്രതിരോധ ശക്തി കപ്പാസിറ്റി കിട്ടണം എന്നുണ്ടെങ്കിൽ നാച്ചുറലായിട്ട് തന്നെ ഒരു നാച്ചുറൽ ഹൈജീൻ എന്ന് പറയും, ആ വൃത്തിയാണ് വേണ്ടത്. അതെങ്ങനെയാണ് കിട്ടുന്നത്? ഇമ്മ്യൂണിറ്റി സ്ട്രോങ് ആകണമെന്നുണ്ടെങ്കിൽ ഇപ്പം മഴയത്ത് പോയി കളിക്കണം, വെള്ളം നനയണം, നനഞ്ഞേച്ച് ജലദോഷം വരണം. അല്ലെങ്കിൽ എല്ലാവർക്കും ജലദോഷം ഒന്നും വരത്തില്ല. ഇതങ്ങനെ വന്ന് ബോഡിയിൽ ഇമ്മ്യൂണിറ്റി കൂട്ടുന്ന കാര്യമാണ്. നമ്മളിപ്പം നല്ല വെള്ളമാണ് നമുക്ക് ഉറപ്പുണ്ടെങ്കിൽ, നമുക്കിപ്പോൾ കിണറ്റിലാണ്, നമ്മുടെ നാടൻ വെള്ളമാണെന്നുണ്ടെങ്കിൽ പച്ചവെള്ളം കുടിച്ചാൽ മതി. നമ്മളിപ്പോൾ അതായത് തിളപ്പിച്ചാറിച്ച് കുടിച്ചുകൊണ്ടിരുന്ന കാര്യം, ആ പച്ചവെള്ളം കുടിച്ചേച്ച് അതിന്റെ രീതിയിലുള്ള ബുദ്ധിമുട്ടുകൾ വരുവാണെങ്കിൽ അതിനെ ബോഡി പ്രിപ്പയർ ചെയ്യും. ഇപ്പൊ നമ്മൾ വാക്സിനേഷൻ എന്ന് പറയുന്നത് എന്താണ്? അതായത് വളരെ ആക്റ്റീവ് അല്ലാത്ത നമ്മുടെ വൈറസുകൾ കാര്യങ്ങളൊക്കെ നമ്മളത് ബോഡിയിലേക്ക് സപ്ലൈ ചെയ്തേച്ച് ബോഡിയെ കൊണ്ട് അതിനെതിരെ ആന്റിബോഡി ഇതാക്കിയിട്ട് അതിനെതിരെ പ്രൊട്ടക്ട് ചെയ്ത് വെക്കും. അപ്പോൾ ഒരു തവണ നമ്മളിപ്പോൾ ചിക്കൻ പോക്സ് വന്നു, രണ്ടാമത്തെ തവണ വരാത്ത എന്താണെന്ന് വെച്ചാൽ അതിനെതിരെ ബോഡി പ്രൊട്ടക്ട് ചെയ്ത് വെച്ച് കഴിഞ്ഞാൽ പിന്നെ രണ്ടാമത് അതിനെ ഫൈറ്റ് ചെയ്യാനുള്ള ആൾ റെഡിയാ. വീണ്ടും ആൾ വന്നാൽ പ്രൊട്ടക്ട് ചെയ്തോളും. അപ്പൊ ഇതേപോലെയാണ് നമ്മുടെ ബോഡിയും. നമ്മൾ ശരിക്കും പറഞ്ഞാൽ തണുത്ത വെള്ളത്തിൽ കുളിക്കണം, അതേപോലെ തണുത്ത വെള്ളം കുടിക്കണം, നമ്മൾ മണ്ണിൽ കളിക്കണം, ചെരുപ്പില്ലാതെ നിലത്ത് നടക്കണം. ഈ കാര്യങ്ങൾ വരുമ്പം ബോഡിയാണ് ഇതാവുന്നത്. ഇതൊന്നും ഇല്ലാതെ ഇപ്പോഴത്തെ കുട്ടികളിൽ ഫ്ലാറ്റിലും ഒക്കെ വളരെ വൃത്തി എന്നാക്കിയിട്ട് ഇവർക്കാണ് ഏറ്റവും കൂടുതൽ ജലദോഷം, ഏറ്റവും കൂടുതൽ പനിയും, ഏറ്റവും കൂടുതൽ സ്കിൻ പ്രശ്നങ്ങൾ എല്ലാം ഉള്ളത് ഇവർക്കാണ്. അപ്പം ഇതിനകത്ത് ഇന്റർണൽ ആയിട്ടുള്ളത് നമ്മൾ ശരിയാണ്, അലർജിക് ടെൻഡൻസി ഉള്ള ഫുഡ് ഐറ്റംസ് കാര്യങ്ങൾ അതൊക്കെ ശ്രദ്ധിക്കണം. പക്ഷെ ചെറുപ്പം തൊട്ടേ നാച്ചുറൽ ആയിട്ട്, ഇപ്പം ഞങ്ങളുടെ വീട്ടിലൊക്കെ ആണെന്നുണ്ടെങ്കിൽ മഴ വരുന്ന സമയത്തൊക്കെ ഉണ്ടെങ്കിൽ പുറത്ത് മഴയത്ത് കളിക്കും കുട്ടികൾ. കാരണം അത് കളിച്ച് വളരേണ്ടതാണ്. നമ്മൾ അവരെ എല്ലാവരും ഇങ്ങനെ പൊത്തി വളർത്തിക്കൊണ്ടിരുന്നു കഴിഞ്ഞാൽ ചെറിയ ഒരു തണുപ്പ് പുറത്തടിച്ചു കഴിഞ്ഞാൽ ഇവിടെ ജലദോഷം തുടങ്ങും. അങ്ങനെയല്ല, അത് നാച്ചുറൽ മെത്തഡായിട്ട് നമ്മൾ നാച്ചുറൽ ഹൈജീൻ വളരെ ഇമ്പോർട്ടന്റ് ആണ്, കെമിക്കൽ ഹൈജീനെ കാട്ടിലും. അതാണ് ഞാൻ പറയുന്നത്.